ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുവൈറ്റിലോട്ട് വരുന്നതിന് മുന്നേയുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണേ. അപ്പോൾ ഒട്ടും സമയങ്ങളാദ്യം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കാലത്ത് തന്നെ ഇനിയക്കുട്ടിയും അനിയത്തിയുടെ മോളും തമ്മിൽ ഭയങ്കര കളിയാണ്. അപ്പോൾ ചെടി നനക്കാനായിട്ട് സ്പ്രിംഗ്ലർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര കളിയാണ് കേട്ടോ രണ്ടുപേരും കൂടി. വൈറ്റ് ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് കേട്ടോ അനിയത്തിയുടെ മോള്. അപ്പോൾ ഇവരുടെ കുറുമ്പൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അമ്മയുടെ കോള്. മല്ലി വറുക്കുന്നുണ്ട്, വേഗം വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അമ്മയുടെ മല്ലിപ്പൊടി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇത് ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഏട്ടൻ്റെ വീടും ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന വീടും ഒക്കെ വരുന്നത് വയലിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഏട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അമ്മ മുളകൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്. പണ്ട് ഇവിടെയൊക്കെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തത് കാരണം ഇപ്പം എല്ലാം കുറഞ്ഞു. അപ്പോൾ ഞാൻ എത്തുമ്പോഴേക്കും അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മല്ലി വറുക്കാനായിട്ടുള്ള പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായിക്കോട്ടെ. ഇപ്പം നമ്മുടെ പാത്രം അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് മല്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 1 കിലോ മല്ലിയാണ്. അതിലോട്ട് 1/4 കിലോളം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ആ വറ്റൽമുളക് തണ്ടോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കുവൈറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാപ്പോഴും തിരിച്ചു പോകുമ്പോൾ അമ്മയാണ് കേട്ടോ പൊടികളൊക്കെ ഉണ്ടാക്കി തരാറ്. അപ്പോൾ കിച്ചണിൽ ഇച്ചിരി ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പുറത്ത് വന്നാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായി. അപ്പോൾ അമ്മയ്ക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് തലയൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ മല്ലി വറക്കുന്നത്. അപ്പോൾ അമ്മയെ വായി നോക്കിയിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചക്ക കണ്ടത്. അപ്പോൾ ഞാൻ പറയായിരുന്നു കുവൈറ്റിലോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ചക്ക എനിക്ക് തരണേന്ന് പറയായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും നമ്മുടെ മല്ലി ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിലോട്ടേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും തണ്ടോടുകൂടി തന്നെയാണ് കേട്ടോ ഇടുന്നത്. ആ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ചിക്കൻ കറിക്ക് മാത്രമാണ് മല്ലി വറുക്കുന്നതെങ്കിൽ ഇതിലോട്ട് കറുവപ്പട്ടിയും പെരുംജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അമ്മ ഇതിലോട്ട് ചേർത്തിട്ടില്ല. എനിക്ക് സാമ്പാറിനും കൂടിയുള്ളതായതുകൊണ്ട് ഇതിലോട്ട് ചേർത്തില്ല കേട്ടോ. ഇനി ഇതിലോട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ആ ഒരു കളർ ഉണ്ടാവണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇരുമ്പൻപുളി മരം. അപ്പോൾ ഇത്തവണ അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, ഒട്ടും ഇരുമ്പൻപുളി ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അപ്പോഴേക്കും നമ്മുടെ മല്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ മല്ലിയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളർ വരണം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ആക്കി വെച്ച വർഷങ്ങളോളം കേടുകൂടാതെ നിൽക്കും. പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. അപ്പം ഞാൻ പോരുമ്പോൾ നോവ ഉറക്കായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അവളെ കൂട്ടിയിട്ടില്ല. അപ്പം ഇതാ ഞാൻ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആള് അമ്മയുടെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നോവയുടെ വാശിയും ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യോയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ കണ്ടവർക്കറിയാം നമ്മുടെ പേഷ്യോൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലടിച്ചിട്ട് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ആ ലീഫിൻ്റെ കളറൊക്കെ മങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ഇളക്കി മാറ്റുകയാണ്.
ഇതിങ്ങനെ പെട്ടെന്ന് ഇളക്കി മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ സാധാ മുളയിൽ ഡ്രില്ലടിച്ചതിന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ലീഫ് ഇറക്കി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കി മാറ്റിയെടുക്കാം. ചിലതൊക്കെ ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുവിധം എല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. മക്കൾ ഉറങ്ങിയതിന് ശേഷം നിന്ന് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ കബേർഡൊക്കെ ഒന്ന് തുടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.